അപ്പോഴേ എല്ലാവർക്കും റാവ്സ് അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുത്തിനെയും ചങ്കുനെയും കൊണ്ട് ഞങ്ങളിന്ന് ന്യൂജേഴ്സിയിലുള്ള ഒരു ഓണപ്പരിപാടിയിലേക്ക് പോകണം കേട്ടോ. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കേരള ഹിന്ദുസ് ഓഫ് ന്യൂജേഴ്സി എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ അസോസിയേഷന് പറയുന്നത് KHNJ എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടും ഇത്രയധികം മലയാളികളെ കണ്ടതുകൊണ്ടും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനും. വിരലിൽ എണ്ണാവുന്ന അത്രയും മലയാളികളെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഇത്രയും മലയാളികളുണ്ടെന്ന് വിചാരിച്ചില്ല. അപ്പം വെരി ഹാപ്പി ടു സീ ഓൾ ഓഫ് ദം. സത്യം പറഞ്ഞാൽ നാട്ടിൽ പോയൊരു ചെറിയൊരു ഫീല് വരുന്നുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന്മാർ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അമേരിക്കയിൽ വന്നിട്ട് കുറേ നാളായിട്ട് ഞങ്ങൾ ഇതുവരെ ഒരു പരിപാടിക്കും പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരു പരിപാടി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അപ്പം ഋഷിമോനൊക്കെ കെയർ ഫ്രണ്ട്ലി നിൽക്കുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ബാഡ്ജ് വേണം. ടിക്കറ്റാണ്. ടിക്കറ്റ് ബാഡ്ജ് ധരിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ മുത്തുകുടയൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വെരി ഹാപ്പി ടു സീ ദാറ്റ് വൺ. പിന്നെ താലപ്പൊലി വിളക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാഞ്ചിൻ്റെ അവരൊരു അത്തപ്പൂക്കൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗണപതി നടുക്കുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി. ആദ്യം ഋഷിയും എസ്തയൊക്കെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇരുന്ന് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടാതെ കുറേ നല്ലവരായ മലയാളികളും ഇവിടെ ഞാൻ കണ്ടുമുട്ടി. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല. അപ്പോൾ ഋഷിമോൻ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ സദ്യയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചോറ്, സാമ്പാർ, പരിപ്പ്, പപ്പടം, എരിശ്ശേരി, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, കാളൻ, ഓലൻ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ അച്ചാർ, ശർക്കര, ഉപ്പേരി, 2 കൂട്ടം പായസം ആൻഡ് പഴം. ഇത്രയുള്ള ഒരു അടിപൊളി സദ്യയാണ് കേട്ടോ. പാലട അടിപൊളിയായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോവേ. ബിഫോർ ദാറ്റ് നമ്മൾക്ക് ഇത്രയും നല്ലൊരു സദ്യ തന്ന സിത്താർ പാലസ് എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസിന് ബിഗ് സാല്യൂട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ തിരുവാതിര ടീമൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഡാൻസ് കളിക്കുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ എല്ലാവരെയും സെറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ തിരുവാതിരേൻ്റെ എന്താ പറയുക കൊറിയോഗ്രാഫി ഏറ്റെടുത്തിരിക്കുന്ന നമ്മളുടെ റുബീന ആണ്. റുബീന അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. പുള്ളിക്കാരെ ഞാൻ പരിചയപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ജെന്യുവനായിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് തിരുവാതിര കളിക്കാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വർഷത്തെ തിരുവാതിര ടീമിൽ ഞാനില്ല. അടുത്ത വർഷത്തെ ഞാൻ ഉണ്ടാവും. പക്ഷേ ഞാൻ ഇപ്രാവശ്യത്തെ ഇവിടുത്തെ ഇതിലില്ല. പക്ഷേ കാഞ്ചിനുണ്ട്, കാഞ്ച് അസോസിയേഷനിലുണ്ട് തിരുവാതിര കളിക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം. തിരുവാതിര തുടങ്ങി കണ്ടോളൂ. ഭൂഭരസാരഭക്ഷിതം
വാവ്, അസാധ്യമായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺഗ്രാജുലേഷൻ ഗായ്സ്. അപ്പോൾ താങ്ക് യു. അപ്പം നമുക്ക് ചെണ്ടമേളം നടക്കുന്ന ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ നടന്നു പോകുന്ന ആളിനെ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സ്വന്തം റേ അങ്കിൾ. പുള്ളിക്കാരനാണ് ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ എന്നെ സഹായിച്ചത്. കൂടാതെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനൊക്കെ തരുന്നത് പുള്ളിക്കാരനാണ്. ഹീസ് ലൈക്ക് മൈ ഫാദർ. ഇവിടെ കണ്ടുമുട്ടിയ മലയാളികളിൽ ഏറ്റവും അടുപ്പുള്ളത് ഈ പുള്ളിക്കാരനായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്പാണ് എല്ലാത്തിലും. അപ്പോൾ താങ്ക് യു റേ അങ്കിൾ ഓൾ ദ ടൈം. അപ്പം നോക്കിക്കേ, അവിടെ നമ്മുടെ മാവേലി തമ്പുരാനെ വരവേൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തിരുവാതിര ടീമും അവരിൽ കുറേ പേരെയൊക്കെ താലപ്പൊലി വിളക്കൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെണ്ടമേളവും അതിൻ്റെയൊക്കെ ആരവത്തോടു കൂടി പുലികളി ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് അകത്തേക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം ഈ ചെണ്ടമേളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. പുലി കളിക്കുന്ന ആളുമായിട്ട് കളിക്കണമെന്ന് ഋഷിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരനൊക്കെ പോയി. അമ്മാനും ഫ്രണ്ടിലേക്ക് പോവാണ്, അതിനകത്തേക്ക് ഒന്ന് കയറാൻ പറ്റുമെന്ന്. എന്തായാലും അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഈ ചെണ്ടമേളത്തിൻ്റെ സൗണ്ട് കേട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. 4 പുലികളാണുള്ളത്. അവർ നന്നായിട്ട് താളമൊക്കെ ചവിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരെല്ലാം അകത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ മാവേലി തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രേസ് ഉള്ള നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ്റെ. പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല അത്യാവശ്യം അവർ സെലക്ട് ചെയ്ത മാവേലി അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് തന്നെ എനിക്കറിയില്ല പുള്ളി എല്ലാ വർഷവും ഈ പുള്ളി തന്നെ ആണോ എന്ന്. പക്ഷേ നല്ലൊരു മാവേലിയാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം മാവേലിനെ അകത്തേക്ക് കൊണ്ടുപോകണം. ഇതൊരു സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ, അത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇതൊരു സ്കൂളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ എല്ലാവരും അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പം അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചില്ലേ, ഒരു എൻട്രൻസ് ആണ്. കുറേ പേര് അവിടെ ഇങ്ങനെ ഒരു 4 കെട്ടിൻ്റെ ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആളുകൾ എടുക്കുന്നുണ്ട്. അത് ഫോട്ടോ സെക്ഷൻ ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഈ മേളത്തിൻ്റെ ആരവത്തോടു കൂടി സ്റ്റേജിലേക്ക് പോവാണ്. ഇതാണ് അവിടുത്തെ സ്റ്റേജ്. ഇവിടെയാണ് നമ്മൾ താരോത്സവം എന്ന് പറയുന്ന ഒരു ഇവൻ്റ് നടക്കുന്നത്. ഓണത്തിൻ്റെ ഇതുപോലെ തന്നെ താരോത്സവം നടക്കുന്ന ഒരു സ്റ്റേജാണിത്. നമുക്ക് സീറ്റ് കിട്ടിക്കുന്ന ഏറ്റവും പുറകിലായതുകൊണ്ട് അത്ര വലുതായിട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലിയറായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഇതിനകത്ത് മെയിൻ മെമ്പേഴ്സായിട്ടുള്ള ഈ കാഞ്ചിൻ്റെ പ്രധാന ആളുകളെല്ലാം ഇതിന് മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കലാകാരന്മാരല്ലേ ചെണ്ടേൻ്റെ, ആ കലാകാരന്മാരെല്ലാം മുകളിൽ സ്റ്റേജിൽ വന്ന് അവരുടെ പരിപാടി നടത്തുന്നുണ്ട്. അടിപൊളി ചെണ്ട ടീം. അതുപോലെ തന്നെ ഋഷിമോനും ആദിമോനും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, കാരണം ആദ്യം നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൂം ചെയ്ത് ചെണ്ടമേളമൊക്കെ കാണാം. സത്യം പറഞ്ഞാൽ നാട് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. വെരി ഹാപ്പി, ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടപ്പോൾ. വെരി ഹാപ്പി, താങ്ക് യു. ഇനി KHNJൻ്റെ അസോസിയേഷൻ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ മെമ്പേഴ്സ് അവതരിപ്പിക്കുന്ന വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. താങ്ക് യു KHNJ. ഇനി നമുക്ക് സൗപർണിക ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ഒരു ഡാൻസാണ്. മിസ് മാലിനി നായരും ഗ്രൂപ്പും അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഡാൻസാണ്, കണ്ടോളൂ.
ഒരു മോൻ്റെ ഓണപ്പാട്ട്. റുബീന ആൻഡ് ടീം അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. ഇനി താരോത്സവം ടീം അവതരിപ്പിക്കുന്ന ഒരു നല്ലൊരു ഓണം ഇവൻ്റാണ്. അപ്പം അതിലെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ക്ലിപ്പാണ് അവർ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. താരോത്സവം 2024 ഇതിനകത്ത് പിഷാരടി ഉണ്ട്, മഞ്ചരി, വിവേകാനന്ദൻ, അങ്ങനെ തുടങ്ങിയ നല്ല നല്ല കലാകാരന്മാർ ഉണ്ട്. അപ്പോൾ അത് വിവേകാനന്ദൻ. ഇനിയും ഇങ്ങോട്ട് ഞാൻ സംസാരിക്കില്ല കേട്ടോ. നേതൃത്വത്തിൽ കേരള ഹിന്ദു സമാജം നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടി കാണാനെത്തിയ ന്യൂജേഴ്സിയിലെ എല്ലാ നല്ലവരായ മലയാളികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം പറയുകയാണ്. ഹാപ്പി ഓണം. ആദ്യം തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം ശരിക്കും നാട്ടിൽ ആഘോഷം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുൻപ് ഇവിടെ US വന്നിട്ട് ഓണം ആഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ശരിക്കും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളിവിടെ ബാക്ക് സ്റ്റേജിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് നല്ല കലാകാരന്മാർ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ സ്റ്റേജിൽ തിളങ്ങുന്ന വാരോളി കണ്ണിരക്ക് പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട നടക്കണ്ട തെയ്യം കുളിയടിക്കും നോക്ക് വെള്ളിക്കിടത്തൊഴി തുഴമ്പുന്ന ചേര് ചിന്നി ചെന്നി വിളി തിളങ്ങുന്ന വാരോളി കണ്ണിരക്ക്
ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ് ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോ KHNJ ഇവിടെ വന്നപ്പോ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയും എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് വലിയ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സുദീർഘമായ ഒരു ആമുഖ സംഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. നേരിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. വെരി സീരിയസ്. ഓക്കെ, പോട്ടെ കുഞ്ഞുപിള്ളേരെ, ഇനി ഒന്ന് കേട്ടോ. അപ്പോ ഇപ്പൊ വേദിക്ക് പിന്നിൽ വന്നപ്പോ ഒരു ചേട്ടൻ എനിക്ക് ഒരു ഗ്ലാസ്സിൽ പ്രഥമൻ കൊണ്ടു തന്നു. വേദിക്ക് പിന്നിൽ നല്ല പ്രഥമൻ, നല്ല രുചിയുള്ള പ്രഥമൻ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ കുടിച്ചു ചേട്ടനോട് ന്യൂജേഴ്സിയിലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഡാൻസേഴ്സ്. ഞാൻ ശരിക്കും വളരെ സന്തോഷം തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഇന്നിപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഒരുപാട് ഡാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും അധികം കലാകാരികൾ ഇവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി ഗോഡ്സ് ഓൺ കൺട്രിയുടെ സെക്കൻഡ് വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓൾ സെറ്റ്, റെഡി? വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല ഡാൻസേഴ്സിൽ വെച്ച് കൈയെടുത്തു. കമാൻ ലൗഡർ. വേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല വേണു ഗോപാല
രാഗിണിയാം യുവരാധയിതാ രാസോല്ലസിതം പാടുകയായി ഗോപാലമായി dream boy ഗോപാലമായി dream boy ഭാമയിതാ നിൻ ഭാമയിതാ വിരഹിണിയായി കേഴുന്നു ഗോപാലമായി control ഗോപാലമായി control വനവേണുവുമായി വരൂ നീങ്കരികിൽ മായാവൃന്ദാവനിയിൽ വനവേണുവുമായി വരൂ നീങ്കരികിൽ മായാവൃന്ദാവനിയിൽ നിന്നകക്കരമില്ലേ എന്നെങ്കിൽ നഞ്ഞു മുറിഞ്ഞു ഈ പൂമുടി കാറ്റിലുലഞ്ഞു മനസ്സിനക തണിമഞ്ഞു കിനിഞ്ഞു രാജവേണു ഗോപാലരാജിത സകുലജയശീല രാജവേണു ഗോപാലരാജിത സകുലജയശീല അമ്പാടിക്കുയിലല്ലേ ഉന്നോടക്കുഴലല്ലേ നറുവെണ്ണക്കുടമല്ലേ നീ എൻ കണ്ണ അമ്പാടിക്കുയിലല്ലേ ഉന്നോടക്കുഴലല്ലേ നറുവെണ്ണക്കുടമല്ലേ നീ എൻ കണ്ണ രാജവേണു ഇത് ഞാൻ അച്ഛന് അയച്ചു കൊടുക്കുക കേട്ടോ. അടങ്ങിയില്ലടാ. അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു 2 മിനിറ്റിനുള്ളിൽ ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. ഫോണിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ടെസ്ല ഓടിക്കണമെങ്കിൽ ഫോൺ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് പോയേ പറ്റൂ. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ എം വെരി ഹാപ്പി ടു ഷെയർ ദിസ് വീഡിയോ ടു ഓൾ. ബിക്കോസ് എല്ലാവരും ചോദിക്കാറുണ്ട് അമേരിക്കയിലൊക്കെ ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പം അത് കാണിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.